മാല, പെട്ടെന്ന് ലേറ്റ് ആവുന്നു. ചേച്ചി ഇതാ വരുന്നു. ഞാനൊന്ന് ചെരുപ്പിട്ടോട്ടെ. വേഗം വാ, ഇല്ലെങ്കിൽ നിന്റെ ചേട്ടൻ വഴക്കു പറയും. വന്നു ചേച്ചി. ചേച്ചി, ഇന്ന് സൈക്കിളിന്റെ പിറകിൽ ഞാനിരിക്കും. ശരി മുത്തശ്ശി, അപ്പൊ ഞാൻ എവിടെ ഇരിക്കും? ചേച്ചി ഫ്രണ്ടിലിരിക്കേ, ഞാൻ ഇരിക്കുന്ന പോലെ. ഇടി പൊട്ടി, സൈക്കിളിന്റെ ഫ്രണ്ടിൽ ചെറിയ പിള്ളേരല്ലേ ഇരിക്കേണ്ടത്. ഇത് മാലയുടെയും സരിതയുടെയും കഥയാണ്. മാലയും കിഷനും സഹോദരങ്ങളാണ്. കുറച്ചുനാൾ മുമ്പ് മാലയുടെയും കിഷന്റെയും അച്ഛനും അമ്മയും മരിച്ചു. അപ്പം മുതൽ മാലയുടെ കാര്യങ്ങളെല്ലാം കിഷനാണ് ചെയ്യുന്നത്. മാലയ്ക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടുന്നതുകൊണ്ട് കിഷൻ സരിതയെ കല്യാണം കഴിച്ചു. സരിതയും അവളെ മോളെപ്പോലെയാണ് കണ്ടത്. അവൾ അത്രയ്ക്ക് ജീവനായിരുന്നു. അന്നത്തെ ദിവസം മാലയും കിഷനും സരിതയും കല്യാണത്തിന് പോയി. കല്യാണത്തിൽ സദ്യ കഴിക്കുമ്പോൾ, ചേച്ചി, ഈ പെണ്ണ് എന്താണ് ഇട്ടിരിക്കുന്നത്? ഇത് ലെഹങ്ക. നിന്റെ കയ്യിലില്ലേ പച്ചക്കളറ്? ചേച്ചി, പക്ഷേ ഇത് അതുപോലെയുള്ളതല്ലോ. ആ, ഇതേ കല്യാണ പെണ്ണിന്റെയാ. വില കൂടുതലോ? ആണോ? എന്നാ എത്ര രൂപയ്ക്ക് കിട്ടും ഇത്? നീ എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അപ്പൊ എന്റെ കല്യാണം കഴിയുമ്പോ എനിക്ക് ഇതുപോലെ വാങ്ങിച്ചു തരുമോ? ഹാ, എന്തുകൊണ്ടോ? എന്റെ മോള് കല്യാണ പെണ്ണായി വരുന്നത് കാണാൻ എന്ത് ഭംഗിയാ. ചേച്ചി എന്ത് നല്ലവളാ. ഈ സന്തോഷത്തില് ഞാൻ ചേച്ചിക്ക് ഇനിയൊരു രസഗുള എടുത്തിട്ട് വരാം. ശരി, പോയിട്ട് വാ. മാലയും സവിതയും കല്യാണത്തിന് പോയത് ആരുടെയാണെന്ന് ആ ഗ്രാമത്തിന്റെ തലവന്റെ മകളുടേതാണ്. ആ തലവന്റെ കയ്യിലാണെങ്കിൽ പൈസയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്രയും വില കൂടിയ ലെഹങ്ക മകൾക്ക് വേണ്ടി കൊണ്ടുവന്നു. അതെല്ലാം ഈ ചെറിയ മാലയ്ക്ക് എങ്ങനെ മനസ്സിലാവും? പക്ഷെ സരിതയുടെ മനസ്സിൽ മുഴുവൻ ഇതായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വരാൻ നേരം മുന്നിലിരുന്ന മാല ചേട്ടനോട് വളരെ സംസാരിച്ചു കൊണ്ടുവന്നു. പക്ഷെ സൈക്കിളിന്റെ പുറകിലിരുന്ന സരിത, അവളുടെ മനസ്സിൽ ഇതേ ആയിരുന്നു. ഓരോ മാസവും എത്ര രൂപ വീതം സേവ് ചെയ്താലാണ് മാലയുടെ കല്യാണത്തിന് ഇത്രയും വില കൂടിയ ലെഹങ്ക വാങ്ങാൻ പറ്റുക എന്ന്. അങ്ങനെ സമയം പോകെ ഒരു ദിവസം, ഡോക്ടർ, ഇവർ ശരിയുണ്ടല്ലോ അല്ലേ? ഇദ്ദേഹത്തെ പാമ്പ് കടിച്ചതാണ്. വിഷമുള്ളിൽ ചെന്നിട്ടുണ്ട്. നഗരത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് കുറച്ച് കുത്തിവയ്പ്പുകൾ വേണ്ടിവരും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, 15,000 രൂപ എത്രയും പെട്ടെന്ന് കൗണ്ടറിൽ കൊണ്ടുചെന്ന് അടയ്ക്കണം. കിഷൻ പാടത്ത് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ വിഷമേറിയ ഒരു പാമ്പ് വന്ന് കടിച്ചു. പക്ഷെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സരിത ഓർത്തുകൊണ്ടേയിരുന്നു. സരിതയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. അത് മാലയ്ക്ക് വേണ്ടി ലെഹങ്ക വാങ്ങാൻ കൂട്ടിവെച്ചതായിരുന്നു. പക്ഷെ ഇപ്പൊ കിഷന്റെ ചികിത്സയാണ് ഏറ്റവും വലുത്. സരിത മുഴുവൻ പണവും അവിടെ ഹോസ്പിറ്റലിൽ കിട്ടി. പക്ഷെ കിഷന്റെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷെ അവൻ പഴയ പോലെ ജോലി ചെയ്യാൻ വയ്യാതായി. പിന്നെ ഡോക്ടർ സരിതയോട് പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. 3-4 മാസത്തേക്ക് ഭാരിച്ച് ജോലിയൊന്നും ചെയ്യരുത്. നടക്കാൻ കഴിയില്ല. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം. ശരി ഡോക്ടർ. അന്നു മുതൽ ആ വീടിന്റെ മുഴുവൻ ചുമതലയും അവളുടെ തോളിലായി. പക്ഷെ ഇപ്പൊ എന്താണെന്നാൽ മാല ഇപ്പോൾ വളർന്നു വലുതായി. മാല ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സരിത പുറത്ത് പണിക്ക് പോയി. അങ്ങനെ ഒരു ദിവസം പണി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വലിയൊരു തുണിക്കട കണ്ടു. അതിന്റെ പുറകിൽ വലിയ ലെഹങ്കകൾ ഉണ്ടായിരുന്നു. സരിതയ്ക്ക് അറിയാമായിരുന്നു അതെല്ലാം വളരെ വില കൂടിയ ലെഹങ്കകളാണെന്ന്. അതവക്ക് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് അറിയാമായിരുന്നു. എന്നിരുന്നാലും, നമസ്തേ സേട്ട്. നമസ്കാരം. എന്താ വേണ്ടേ? ഇല്ല സേട്ട്, ഞാനൊന്ന് വാങ്ങാൻ വന്നതല്ല, വില ചോദിക്കാൻ വന്നതാ. അത് ശരി. ഇവിടെ ഒരു മെഷീൻ വെറുതെ ഇരിക്കുകയാണ്. തയ്യൽ അറിയുമോ? എനിക്കിത് അറിയില്ല സേട്ജി. പക്ഷെ എന്നാലും ഞാൻ കഷ്ടപ്പെട്ടോളാം. എത്രയും പെട്ടെന്ന് ഞാൻ പഠിച്ചെടുത്തോളാം. എനിക്ക് പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഒരു വലിയ ലെഹങ്ക തയ്ക്കാൻ പഠിക്കണം. അവളുടെ കണ്ണിൽ ആ സത്യസന്ധത കണ്ട് സേട്ജി അവളെ അവിടെ ജോലിക്ക് നിർത്തി. അവിടെയുള്ള തയ്യൽക്കാരിൽ നിന്നും അവൾ തയ്യൽ പഠിക്കാനായിട്ട് തുടങ്ങി. ദിവസങ്ങൾ കഴിയെ തയ്ക്കാൻ പഠിക്കുന്നതിനോടൊപ്പം ആ കടയിലെ വൃത്തിയാക്കാനും തുടങ്ങി. അവളുടെ ഈ അധ്വാനം കണ്ട് സേട്ജിക്ക് വളരെ സന്തോഷമായി. 1 മാസം കഴിഞ്ഞ്, പറയൂ സരിത. പഠിച്ചില്ലേ എല്ലാം? ഇപ്പോൾ 1 മാസമായില്ലേ? ആ സേട്ജി, ഇത് നോക്കിയേ, ഇത് ഞാൻ തയ്ച്ചതാ. സരിതയുടെ കയ്യിൽ വളരെ ഭംഗിയുള്ളൊരു ലെഹങ്കയുണ്ടായിരുന്നു. ആ ലെഹങ്കയുടെ ഭംഗി കണ്ട് അയാൾ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഡിസൈൻ വളരെ കുറവാണ്. ഒരു കാര്യം ചെയ്യൂ, കുറച്ചുകൂടെ നന്നായിട്ട് ശ്രമിക്കൂ. നമുക്കിത് കുറച്ച് വില കുറച്ച് വിൽക്കാം. എന്നിരുന്നാലും ഡിസൈൻ മോശമൊന്നുമല്ല. ശരി, ഞാൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം. ഇങ്ങനെ തന്നെ അധ്വാനിക്കൂ. പിന്നെ ഇതാണ് നിന്റെ ആദ്യ ശമ്പളം.
അങ്ങനെ ഇതും പറഞ്ഞ് സേഠ്ജി ഒരു 10,000 രൂപ അവളുടെ കയ്യിൽ കൊടുത്തു. സരിത ഇത് ചിന്തിച്ചില്ല. അവൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്കുള്ള റേഷൻ സാധനങ്ങളെല്ലാം വാങ്ങി. അങ്ങനെ കിഷനും ശരിയായി തുടങ്ങി. അവൻ ജോലി ചെയ്യാനും തുടങ്ങി. അങ്ങനെ മാലയുടെ കല്യാണവും ഉറച്ചു. പക്ഷെ മാലയ്ക്ക് അറിയാമായിരുന്നു തന്റെ ചേട്ടനും ചേച്ചിയും എന്ത് കഷ്ടപ്പെട്ടാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ചെറുപ്പത്തിലെ മുതൽ അവൾക്ക് ഒരു ആശയുണ്ടായിരുന്നു, തന്റെ കല്യാണത്തിന് ഒരു വലിയ ലെഹങ്ക ഇടണമെന്ന്. പക്ഷെ ആ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം അവൾ വളർന്നു വന്നപ്പോൾ എല്ലാം മണ്ണിട്ട് മൂടി. അവൾ നിശബ്ദയായിരുന്നു, ആരോടും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പിന്നെയും സമയം കഴിഞ്ഞുപോയി. അങ്ങനെ മാലയുടെ കല്യാണ ദിവസം വന്നെത്തി. മാല, മാല, വാതില് തുറക്ക്. ആ ചേച്ചി, നോക്ക് ചേച്ചി, ഈ സാരി എനിക്ക് നന്നായിട്ട് ചേരുന്നില്ലേ? നല്ല ഭംഗിയില്ലേ? ഇടി പൊട്ടി, ഇത്രയും വലുതായിട്ട് നീ എന്നിൽ നിന്ന് ഒളിക്കാനൊന്നും പഠിച്ചില്ലേ? സേഠ്ജി, അകത്തേക്ക് വന്നാലും. ഇതാണ് എന്റെ ഗുഡിയ. എല്ലാവിധ ആശംസകളും മോളെ. നന്ദിയുണ്ട് സേഠ്ജി. ഇത് വാങ്ങൂ. ഇത് മോളുടെ ചേട്ടത്തിയുടെ വകയാ. നിനക്കൊരു സമ്മാനം. അവൾ ആ ഗിഫ്റ്റ് പെട്ടെന്ന് തന്നെ തുറന്നു. അതിൽ വളരെ ഭംഗിയുള്ളൊരു ലെഹങ്കയുണ്ടായിരുന്നു. മാലയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ സരിതയെ നോക്കി കരയാൻ തുടങ്ങി. മോൾക്കറിയാമോ മോളെ, നിനക്ക് നല്ലൊരു ലെങ്ക വാങ്ങിത്തരാൻ വേണ്ടിയാ നിന്റെ ചേട്ടത്തി ജോലി തേടി എന്റെ കടയിൽ വന്നത്. അവിടെ വന്ന് തയ്യല് പഠിച്ചു. കുറച്ചു വീതം തയ്ച്ച് നിനക്ക് വേണ്ടിയാണ് അവൾ ഈ ലെഹങ്ക ഉണ്ടാക്കിയത്. പക്ഷെ സേഠ്ജി, നിങ്ങളില്ലാതെ ഇത് നടക്കില്ലായിരുന്നു. ഏയ്, ഞാൻ ഇതിനു വേണ്ട തുണി തന്നല്ലേ ഉള്ളൂ. നിന്റെ കഴിവുകൊണ്ടല്ലേ ഇത് തയ്ച്ചത്. ഇത് വളരെ മൂല്യമുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഗ്രാമത്തിൽ ഇത്രയധികം മൂല്യമുള്ള ലെഹങ്ക ആരെങ്കിലും ധരിച്ചിട്ടുണ്ടോന്ന് തന്നെ. ഇത് എനിക്ക് ധരിക്കാൻ കഴിയില്ലായിരുന്നു സേഠ്ജി. സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ചേച്ചി ആർക്കെങ്കിലും ഉണ്ടാകുമോ സേഠ്ജി? ചേച്ചി. ഒരു ഗ്രാമത്തിൽ സുന്ദർലാൽ എന്നൊരു ടൈലർ തന്റെ ഭാര്യ ശാന്തിയോടും മകൾ സന്ധ്യയോടൊപ്പം ജീവിച്ചിരുന്നു. സന്ധ്യ കുറച്ച് കറുത്തിട്ടായിരുന്നു. അതുകൊണ്ടവൾക്ക് ആലോചനയൊന്നും നടന്നില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയും രണ്ടുപേരും വിഷമത്തിലായിരുന്നു. സുന്ദർലാൽ, ഞാനൊരു കുർത്ത പൈജാമ തയ്ക്കാൻ തന്നിരുന്നു. അത് തയ്ച്ചോ? ബട്ടൺ വെച്ചു കഴിഞ്ഞാൽ തീരും. ഞാൻ എന്റെ മകനെ പറഞ്ഞയക്കാം. അവന്റെ കയ്യിൽ തന്നെ കൊടുത്തേക്കൂ. വൈകുന്നേരം എനിക്ക് കല്യാണത്തിന് പോകാനുണ്ട്. കുറച്ച് വേഗത്തിൽ ചെയ്തു തരൂ. പിന്നെ സന്ധ്യയ്ക്ക് നല്ല ആലോചന വന്നോ ഇല്ലയോ? എവിടെ കിട്ടാനാ? എല്ലായിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തേക്കുവാ. അദ്ദേഹം വേണം ഇനി എന്റെ മകൾക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ. നിങ്ങൾ പറയുന്നതും ശരിയാണ്. എന്നാൽ നിങ്ങളുടെ മകൾ കറുത്തിട്ടല്ലേ? അത്ര വേഗത്തിൽ പയ്യന്മാർ കറുത്തിരിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ പോലും ആരോടും ഞാനിതിനെക്കുറിച്ച് സംസാരിക്കാനും പോകുന്നില്ല. ശരി, ഞാൻ പോയിട്ട് വരാം. വസ്ത്രം കൊടുത്തയച്ചേക്കൂ. അപ്പോൾ സന്ധ്യ അവിടെ നിന്ന് അവർ പറയുന്നത് കേട്ടത് സുന്ദർലാൽ കണ്ടു. അതുകൊണ്ട് അദ്ദേഹം വിഷയം മാറ്റി. സന്ധ്യേ, രാംലാൽ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കണ്ട. അയാൾ വെറുതെ... അച്ഛാ, എനിക്കറിയാം അച്ഛൻ ഞാൻ കാരണം എന്തോരം ബുദ്ധിമുട്ടുന്നു എന്ന്. എല്ലാവരും എന്തൊക്കെ പറയുന്നു. എനിക്കത് ഇഷ്ടമല്ല അച്ഛാ. ഇല്ല മോളെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എന്റെ ജീവനേക്കാൾ നീയാണ് എനിക്ക് പ്രാധാന്യം. എനിക്കും നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടച്ചാ. കുറച്ച് തുണി ഇങ്ങി തരൂ, ഞാൻ തയ്ച്ചു തരാം. അച്ഛൻ ക്ഷീണിച്ചില്ലേ? സന്ധ്യയുടെ വിഷമിച്ച മുഖം കണ്ട് സുന്ദർലാൽ അപ്പോൾ ശാന്തനായി. സന്ധ്യ തുണി തയ്ക്കാൻ തുടങ്ങി. സന്ധ്യ വളരെ മനോഹരമായ തുണികളെല്ലാം തയ്ക്കുമായിരുന്നു. ഒരിക്കൽ ആ രാജ്യത്തിന്റെ രാജാവിന് പിറന്നാൾ വന്നു. അതുകൊണ്ട് ഗ്രാമത്തിലൊരു അറിയിപ്പ് നൽകി. കേട്ടോളൂ, കേട്ടോളൂ, നഗരത്തെ ജനങ്ങളെ നല്ല ശ്രദ്ധിച്ചു കേട്ടോളൂ. രാജകുമാരൻ വീർസിംഗിന്റെ പിറന്നാൾ ദിവസത്തിന്റെ അന്ന് മുഴുവൻ നഗരത്തിനും ഭക്ഷണം നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. രാജാവ് ഭാനു പ്രതാപ് സിംഗ്, പിന്നെ മഹാറാണി സുനന്ദ തന്റെ മകനായ വീർസിംഗിനെ 25ാമത് പിറന്നനാൾ വളരെ ആർഭാടകരമായ രീതിയിൽ ആഘോഷിക്കാൻ പോകുന്നു. ആഹാ, നമ്മുടെ രാജകുമാരൻ വീർസിംഗിന്റെ പിറന്നാൾ ആഘോഷമാ. നല്ല രസമായിരിക്കും. ഞാൻ ഉറപ്പായും സുന്ദരിയായിട്ട് അവിടെ പോകും. ഞാനും. എന്നാൽ അദ്ദേഹത്തിന് നമ്മൾ എന്തു സമ്മാനം കൊടുക്കും? വെറും കൈയോടെ പോയാൽ നന്നാവില്ലല്ലോ. നമ്മളെന്ത് കൊടുക്കാനാണ്? നമ്മുടെ അച്ഛനും അമ്മയും വരുന്നുണ്ടല്ലോ, അവർ കൊടുത്തോളും. നമ്മൾ വിഷമിക്കണ്ട. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും രാജാവിന്റെ പിറന്നാളിന് പോകാൻ തയ്യാറായി. നോക്കൂ, ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പിറന്നാൾ ആഘോഷത്തിന് പോകാൻ പറ്റില്ല. നിങ്ങൾക്കും ശരീരം വയ്യ, എനിക്കും അത്ര ദൂരം പോകാൻ വയ്യ.
അതുകൊണ്ട് നമ്മുടെ മകൾ സന്ധ്യയെ കൂട്ടുകാരോടൊപ്പം അയക്കാം. ഇല്ലെങ്കിൽ രാജാവും റാണിയും ദേഷ്യപ്പെടില്ലേ? ശരി, ഇത് നിനക്ക് കുറച്ച് ആശ്വാസം തരും. നീ രാജകുമാരൻ വീർ പ്രതാപ് സിംഗിന്റെ വിരുന്നിന് പോയിട്ട് വാ മോളെ. ശരിയച്ചാ, ഞാൻ രേഖയോടൊപ്പം സുനേനയോടൊപ്പം ഞാൻ പോകാം. സന്ധ്യ രാജകുമാരന്റെ പിറന്നാളിന് പോകാൻ തയ്യാറായി. എന്നാൽ പോകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സമ്മാനം കൊടുക്കാമെന്ന് അവൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവൾക്കൊരു ഐഡിയ കിട്ടി. രാജകുമാരനു വേണ്ടി ഞാൻ മനോഹരമായ ഒരു വസ്ത്രം തയ്ച്ചു കൊടുക്കാം. അത് നന്നായിരിക്കും. സന്ധ്യ രാജകുമാരനു വേണ്ടി ഒരു മനോഹരമായ വസ്ത്രമുണ്ടാക്കി എല്ലാരോടൊപ്പം അവൾ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലും പിറന്നാൾ ദിവസം ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. സന്ധ്യ എല്ലാവരെയും കണ്ട് പേടിച്ചുപോയി. രാജകുമാരന് ഇത്രയും ആൾക്കാർ സമ്മാനം കൊടുക്കുന്നു. ഇങ്ങനെയുള്ളപ്പോൾ ഞാനെന്റെ കൈകൊണ്ട് തയ്ച്ച ഈ വസ്ത്രം രാജകുമാരന് ഇഷ്ടപ്പെടില്ലായിരിക്കും. രാജകുമാരന്റെ കയ്യിൽ ഈ സമ്മാനം കൊടുക്കാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കാം. അങ്ങനെ സന്ധ്യ സമ്മാനം കൊണ്ട് മുറിയിൽ വച്ചിട്ട് വന്നു. മോളെ സന്ധ്യേ, നീ രാജകുമാരനെ കണ്ടതേയില്ലേ? നീ അദ്ദേഹത്തെ പോയി കണ്ടില്ലെങ്കിൽ നീ സമ്മാനം കൊടുത്ത കാര്യം അദ്ദേഹം എങ്ങനെ അറിയും? കുഴപ്പമില്ല, പോട്ടെ അച്ഛാ. രാജകുമാരന് അത്രയും സമ്മാനമൊക്കെ കിട്ടിയില്ലേ? അതിനിടയിൽ ഈ സമ്മാനം മറന്നുപോയി കാണും. സന്ധ്യ ചിന്തിച്ചതുപോലെ അവിടെ ഒന്നും സംഭവിച്ചില്ല. രാജകുമാരൻ മുറിയിലേക്ക് വന്നതും അവിടെയുണ്ടായിരുന്ന ആ സമ്മാനം കണ്ടു. അയ്യോ, ഇത് ആരാ എനിക്ക് തന്നത്? ഇത് വളരെ നന്നായിട്ടുണ്ട്. അത്ഭുതം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ആരൊക്കെ സമ്മാനം തന്നോ അവരുടെ സമ്മാനം എന്താണെന്നും എനിക്കറിയാം. എന്നാൽ ഇത് ആരും എന്റെ കയ്യിൽ തന്നതല്ലല്ലോ. ഇത് ആര് തന്നതാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എന്റെ കയ്യിൽ തരാതെ എന്റെ അടുത്ത ആരാ ഇത് വെച്ചിട്ട് പോയത്? അപ്പോൾ രാജകുമാരൻ മഹാരാജനോടും മഹാറാണിയോടും പിന്നെ അവിടെ ജോലി ചെയ്യുന്ന സേവകരോടെല്ലാവരോടും ചോദിച്ചു. എന്നാൽ ആരിൽ നിന്നും ചോദ്യത്തിനുള്ള മറുപടിയില്ല. ഇത്രയും മനോഹരമായ ഒരു സമ്മാനം തന്നിരിക്കുന്നു, എന്നാൽ മുൻപിൽ എന്തുകൊണ്ട് വന്നില്ല? എന്തിന് രഹസ്യമായി വച്ചു? അങ്ങനെ ചിന്തിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് നടന്നു പോകുമ്പോൾ മുറിയിലേക്ക് വരുന്ന വഴിയിൽ ഒരു ഷോളിന്റെ പീസ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ രാജകുമാരൻ അവിടെയുണ്ടായിരുന്ന തോഴിമാരോട് അത് ആരുടേതാണെന്ന് ചോദിച്ചു. എന്നാൽ ആർക്കും അങ്ങനെ ഒരു ഷോളില്ലായിരുന്നു. അപ്പോൾ രാജകുമാരന് മനസ്സിലായി ആ ഷോളിന്റെ പീസ് ഉറപ്പായും അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വന്ന് ഗിഫ്റ്റ് വെച്ചിട്ട് പോയ ആ പെൺകുട്ടിയുടേതായിരിക്കുമെന്ന്. ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ രാജകുമാരൻ ചിലരെ ഗ്രാമത്തിലേക്ക് അയച്ച് ഈ സമ്മാനം ആരാ തന്നതെന്ന് അന്വേഷിച്ചു. ചേട്ടാ, ഞങ്ങൾ രാജാവിന് ഒരുപാട് സമ്മാനം കൊടുത്തിട്ടുണ്ട്. അതും വിലമതിപ്പുള്ളത്. നിലാവിലുള്ള മണ്ണ് തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ ഞങ്ങൾ ഒരു വസ്ത്രവും കൊടുത്തതേയില്ല. ആ സമയത്ത് സുന്ദർലാൽ, ശാന്തി പിന്നെ സന്ധ്യയും ഒരാവശ്യത്തിന് നഗരത്തിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് അവരോട് മാത്രം ചോദിക്കാൻ പറ്റിയില്ല. എന്നാൽ അത് രാജകുമാരനോട് പറഞ്ഞില്ല. ആർക്കും അതിനെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു. പാവം, അദ്ദേഹം ഒരുപാട് വിഷമിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിനുള്ള വഴി ആ ഷോളിന്റെ പീസാണ്. അച്ഛാ, അമ്മേ, ഇപ്പോൾ എന്റെ അടുത്ത് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞാൻ സ്വയംവരം നടത്താൻ പോകുന്നു. ആ സ്വയംവരത്തിന് എല്ലാവരും വരട്ടെ. അന്ന് വന്നപ്പോൾ ഏത് വസ്ത്രം അണിഞ്ഞിരുന്നോ അതേ വസ്ത്രം അണിഞ്ഞിട്ട് അവർ വരട്ടെ. അപ്പോൾ എനിക്ക് കണ്ടെത്താം ആ ഷോളിന്റെ കഷ്ണം ആരുടേതാണെന്ന്. അങ്ങനെ ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്റെ ചോദ്യത്തിന് മറുപടിയും കിട്ടും. ശരി മോനെ, നിനക്ക് വിവാഹപ്രായമായി. നിനക്ക് നിന്റെ ഭാര്യയെ കണ്ടെത്താം. നിന്റെ ആഗ്രഹം പോലെയാകട്ടെ. ഞങ്ങൾ ഇപ്പോൾ തന്നെ നിന്റെ സ്വയംവരം വിളംബരം ചെയ്യാം. രാജകുമാരൻ ആ ഷോളിനെക്കുറിച്ച് ആരോടും ഒന്നും തന്നെ പറഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അത് രഹസ്യമായി വെക്കാൻ തീരുമാനിച്ചു. ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താൻ നഗരത്തിലും ഇതിന്റെ അറിയിപ്പ് നൽകി. ഇപ്പോൾ ഇക്കാര്യം സുന്ദർലാലിന്റെയും ചെവികളിലെത്തിയപ്പോൾ, സന്ധ്യേ, നീയും സ്വയംവരത്തിലേക്ക് പോയേ പറ്റൂ. മോളുടെ അച്ഛൻ പറയുന്നത് ശരിയാ മോളെ. നഗരത്തിലുള്ള എല്ലാ പെൺകുട്ടികളും സ്വയംവരത്തിന് പോകുന്നു. നീ പോയില്ലെങ്കിൽ രാജാവ് അറിഞ്ഞാൽ ദേഷ്യപ്പെടും. അദ്ദേഹം രാജ്യത്തിലുള്ള എല്ലാ പെൺകുട്ടികളോടും സ്വയംവരത്തിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഞാൻ പോയിട്ട് ഒരു കാര്യവുമില്ല. എന്നെ കാണാൻ തന്നെ എന്ത് കറുത്തിട്ടാണ്. രാജകുമാരൻ എന്റെ മുഖത്തുപോലും നോക്കില്ല. പിന്നെ ഞാൻ എന്തിനു പോകണം? ഇവിടെ നോക്കുമോളെ, അതൊന്നും പറയാൻ പറ്റില്ല. നിന്റെ തലവിധിയിൽ കൊട്ടാരത്തിലെ ജീവിതം വിധിച്ചിരുന്നാൽ അത് ആർക്കും തടയാൻ പറ്റില്ല. നീ നിന്റെ കടമ മാത്രം ചെയ്തിട്ട് വരൂ. പോ മോളെ. നഗരത്തിലുള്ള എല്ലാ പെൺകുട്ടികളും സ്വയംവരത്തിനായി കൊട്ടാരത്തിലെത്തി രാജകുമാരന്റെ പിറന്നാൾ നീട്ടുകൊണ്ടുവന്ന ഡ്രസ്സുമിട്ട്. എന്നാൽ രാജകുമാരന്റെ നോട്ടം ആ പെൺകുട്ടിയെ അന്വേഷിച്ചു. ഏത് പെൺകുട്ടിയാണ് ഈ ഷോളും അണിഞ്ഞ് അവിടേക്ക് വരുന്നതെന്ന്. സന്ധ്യ സമ്മാനമായി കൊടുത്ത ആ വസ്ത്രമാണ് രാജകുമാരൻ ഇട്ടിരുന്നത്. ഇതിൽ ആ പെൺകുട്ടി ഒരിടത്തുമില്ല.
ഇത് ആരുടെ ഷോളായിരിക്കും? എന്റെ ഈ പദ്ധതിയും പാഴായി പോകുമോ? രാജകുമാരൻ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ സന്ധ്യ അപ്പോഴാണ് കൊട്ടാരത്തിലേക്ക് വന്നത്. രാജകുമാരനെ കണ്ട് സന്ധ്യ ഒരുപാട് അത്ഭുതപ്പെട്ടു. കാരണം അവൾ തയ്ച്ച വസ്ത്രമാണ് രാജകുമാരൻ അണിഞ്ഞിരുന്നത്. രാജകുമാരൻ ഞാൻ തയ്ച്ച വസ്ത്രം ഇട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ തയ്ച്ച വസ്ത്രം രാജകുമാരന് ഇഷ്ടമായെന്ന് തോന്നുന്നു. അച്ഛനും അമ്മയും ഇത് കണ്ടാൽ അവർ ഒരുപാട് സന്തോഷിക്കും. ആദ്യം അവരോടിത് പോയി പറയണം. സന്ധ്യ രാജകുമാരനെ നോക്കി ഇങ്ങനെ ചിന്തിച്ചു നിന്നപ്പോൾ രാജകുമാരന്റെ നോട്ടം സന്ധ്യ ഇട്ടിരുന്ന ഷോളിലേക്ക് പോയി. ഇവളാണ് ഞാൻ അന്വേഷിച്ച പെൺകുട്ടി. ഈ സ്വയംവരം ഞാൻ എന്തിനു വേണ്ടി ഒരുക്കിയതെന്ന് നിങ്ങൾക്ക് അറിയണോ? എനിക്ക് എന്റെ ഭാര്യയെ കണ്ടെത്തണം. ഞാൻ ഏത് പെൺകുട്ടിയെ അന്വേഷിച്ചോ ആ പെൺകുട്ടി ഇപ്പോൾ എന്റെ മുൻപിലുണ്ട്. അവളുടെ പേരെനിക്കറിയില്ല. ഇന്ന് ഞാൻ അണിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രം അവൾ എനിക്ക് തന്ന സമ്മാനമാണ്. ആ പെൺകുട്ടിക്ക് എന്നെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടോ? എല്ലാ പെൺകുട്ടികളും തമ്മിൽ തമ്മിൽ നോക്കാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ ആ വസ്ത്രം അവരാരും തയ്ച്ചതല്ല. സന്ധ്യയ്ക്ക് എല്ലാം അറിയാം, എന്നാൽ അവൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഉടനെ രാജകുമാരൻ വന്ന് സന്ധ്യയുടെ കയ്യിൽ പിടിച്ചു. രാജകുമാര, ഞാൻ നിങ്ങൾക്ക് ചേരില്ല. എന്നെക്കാൾ ഒരു സുന്ദരിയെ താങ്കൾക്ക് കിട്ടും. സന്ധ്യയെ സ്നേഹിക്കാൻ മനസ്സാണ് വേണ്ടത്. എനിക്കിപ്പോൾ നിന്നെക്കുറിച്ച് നന്നായി മനസ്സിലായി. ഈ സമ്മാനം അതെന്നെ തെളിയിച്ചു. നിന്റെ ഷോളിന്റെ ആ കഷ്ണം കഥകിൽപ്പെട്ടിരുന്നു. ഇങ്ങനെയാണ് ഞാൻ നിന്നെ കണ്ടെത്തിയത്. ഇല്ലായിരുന്നെങ്കിൽ സത്യാവസ്ഥ ഞാൻ അറിയില്ലായിരുന്നു. ഞാൻ നിന്നെ എങ്ങനെ കാണുന്നെന്നാൽ ഈ ലോകത്തിൽ നീ മാത്രമാണ് സുന്ദരിയെന്നാണ്. സന്ധ്യ അവളുടെ ഷോളിലേക്ക് നോക്കി. അപ്പോൾ ഷോള് കീറിയിരുന്നു. അത് കണ്ട് എല്ലാ പെൺകുട്ടികളും അത്ഭുതപ്പെട്ടു. രാജകുമാരൻ സംസാരിച്ചത് കേട്ട ഉടനെ സന്ധ്യ ഒരുപാട് നാണിച്ച് തലകുനിഞ്ഞു നിന്നു. അതിനുശേഷം സുന്ദർലാലിനെയും ശാന്തിയെയും അവർ കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. നല്ല ദിവസം നോക്കി സന്ധ്യയ്ക്കും വീരപ്രതാപ് സിംഗിനും കല്യാണവും നടത്തി. അങ്ങനെ സന്ധ്യയുടെ ജീവിതത്തിൽ പൂർണ്ണ സന്തോഷവും വന്നെത്തി. Thanks for watching.